ഇപ്പം നമ്മുടെ വാർഡ് മെമ്പറെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഞാൻ ബ്ലോക്കിൽ കമ്മിറ്റിയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മയും മകനും മരണപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. കൊല്ലം പരവൂർ പുത്തൻകുളത്ത് വീടിന് തീപിടിച്ച് അമ്മയും മകനും മരിച്ചു. 96 വയസ്സുള്ള തങ്കമ്മ, 70 വയസ്സുകാരനായ മകൻ ശിവദാസൻ എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ തീയും പുകയും കണ്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും അകത്ത് കയറാനായില്ല. ഇതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും മരിച്ചിരുന്നു. തീപിടിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല. ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. പെൻഷൻ പണത്തെ ചൊല്ലി അമ്മയുമായി മകൻ വഴക്കിട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പെട്രോളോ മറ്റെന്തോ ഉപയോഗിച്ച് തീ കത്തിച്ചതായിട്ടാണ് അറിയുന്നത്. അപ്പം പിന്നെ സഹോദരിയുടെ വീടാണ്. സഹോദരി ഇവിടെ വന്ന് ഇടയാടിയിൽ നിന്ന് വന്ന് വീട് മേടിച്ചാണ് താമസിക്കുന്നത്. കുറച്ചു കാലം അയാൾ ഇവരിവിടെ വീടൊക്കെ വെച്ചിട്ട് ഇതിനെ ചൊല്ലി എന്തൊക്കെയോ പെൻഷൻ്റെ കാര്യമായിട്ട് എന്തോ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ പെൻഷൻ്റെ കാര്യമായിട്ട് അമ്മയും മകനുമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. യഥാർത്ഥ വാസ്തവം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇപ്പം ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി തുടർന്നേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫയർഫോഴ്സൊക്കെ വന്ന് എല്ലാം ക്ലീനാക്കി ബോഡിയൊക്കെ എടുത്തു. അമ്മയും മകളും മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഇടയാടി എന്ന സ്ഥലത്താണ് ശിവദാസന്റെ വീട്. ഇന്ന് അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി.